ഗൈസ് ഇറ്റ്സ് ഡേ 13 ഗൈസ്. എന്താണെന്നറിയത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ എനിക്കാണെങ്കിൽ മെൻ്റലി ഒട്ടും വർക്ക് ചെയ്യാൻ അങ്ങോട്ടൊന്നും മൂഡ് വരുന്നില്ല, മെഡിറ്റേറ്റ് ചെയ്യാൻ തോന്നുന്നില്ല, വർക്കൗട്ട് ചെയ്യാൻ തോന്നുന്നില്ല. ഗൈസ് ഐ എം ഗെറ്റിംഗ് സോ ബാഡ്. എനിക്കറിയില്ല എന്താണെന്ന്, ഭയങ്കര അൺമോട്ടിവേറ്റഡ് ആയിട്ട്. മേ ബി ഇന്നലെ ഞാനൊരു എൻ്റെ സേവിങ്സിലൊരു $30 ഉണ്ടായിരുന്നു. $30 ഞാൻ ഇന്നലെ കളഞ്ഞു. അത് എൻ്റെ സ്റ്റോപ്പ് ലോസ് വെക്കാതെ ഞാൻ വെറുതെ എൻ്റെ കൺമുമ്പിൽ കിടന്ന് ഞാൻ കാണുക. തിരിച്ച് വന്നു ഗൈസ്, മാർക്കറ്റ് ഇപ്പോൾ എടുത്ത പൈസ തിരിച്ച് കാണിച്ചു തന്നു. എന്നിട്ട് എന്ത് പറ്റി എന്ന് വെച്ചാൽ മാർക്കറ്റ് 1 മിനിറ്റ് ചാർട്ടിലിട്ട് കളിച്ചപ്പോൾ എനിക്ക് ബിറ്റ് കോയിനിലാണ് ഗൈസ് ഞാൻ കളിച്ചത്, പോയി. ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഗൈസ്. ഇച്ചിരി ഓവർ കോൺഫിഡൻസിൻ്റെയും കാര്യം കൊണ്ടായിരുന്നു. കാരണം $30 ഞാനത് 52 സംതിങ് ആക്കി വെച്ചതായിരുന്നു. അപ്പോഴാണ് ആ ഗ്രീഡി മൈൻഡ് വന്നത്. ഓക്കെ, എനിവേയ്സ് ഗൈസ്, നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ മിസ്റ്റേക്ക് ഇനി മുതൽ ഉണ്ടാകത്തില്ല. ആൻഡ് ഈ ട്രേഡ് ചെയ്യത്തില്ല എന്ന് ഞാൻ തീരുമാനിച്ചായിരുന്നു. സോ ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. എന്തായാലും മോട്ടിവേഷൻ ഒന്നും നോക്കി നിൽക്കുന്നില്ല. ഡിസിപ്ലിൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്തൊക്കെ വന്നാലും ഇല്ലെങ്കിലും എനിക്ക് ഈ ജേണി കണ്ടിന്യൂ ചെയ്തേ പറ്റത്തുള്ളൂ. സോ ഗൈസ്, ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ വർക്കൗട്ട്, മെഡിറ്റേഷൻ, സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ വർക്കൗട്ട് ചെയ്തു, മെഡിറ്റേഷൻ ചെയ്തു ആൻഡ് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്തു. ഇത് 3 ചെയ്തു. സോ ഇനി നമ്മൾ നമ്മുടെ ടൈം ഒന്ന് സെറ്റ് ചെയ്യണം. അതിന് മുമ്പ് വീഡിയോ എഡിറ്റ് ചെയ്യണം. കുറേ ടാസ്ക് ഉണ്ട്, എന്ത് പറയാനാ, പക്ഷെ സമയവുമില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എൻ്റെ പ്ലാൻ എക്സിക്യൂഷൻ ഒന്നും നടക്കുന്നില്ല കുട്ടി ഗൈസ്. എനിക്ക് തോന്നുന്നു day 13 സൈഡ് എഫക്ട്സ് ആണോ എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് കുറച്ചും കൂടെ ഡോപ്പമൈൻ ഡീടോക്സ് ചെയ്യണം. കാരണം യൂട്യൂബിൽ കുറച്ച് ടൈം സ്പെൻഡ് ആകുന്നുണ്ട്. കാരണം പൊട്ടത്തരം കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ട്രേഡിനകത്ത് എനിക്ക് ഇന്നലത്തെ വീഡിയോയിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ട്രേഡിൻ്റെ മുമ്പിൽ കുത്തിയിരിക്കുക, 2-3 hours ട്രേഡിൻ്റെ മുമ്പിൽ കുത്തിയിരിക്കുക. അപ്പോൾ ഞാൻ റിയലൈസ് ചെയ്ത ഓൾറെഡി ട്രേഡിൻ്റെ മുമ്പിൽ നമ്മൾ ഇരിക്കണം. ആ 3-2 hours ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. സോ ബാക്ക് ടു കോൺസെൻട്രേറ്റ് ചെയ്യണം. എല്ലാം ഒന്നുകൂടെ തിരിച്ചെടുക്കണം. എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സോ ഇനി മുതൽ അങ്ങോട്ടൊന്ന് സ്ട്രിക്റ്റ് ആവണം. ഇതാണ് എൻ്റെ ട്രേഡിങ് ജേണൽ. ഞാൻ ഇതിലാണ് എൻ്റെ ജേണലിങ്സ് എഴുതുന്നത് ട്രേഡിങ്ങിനെ പറ്റിയുള്ള. സോ ഇന്നലത്തെ $30 ലോസിൻ്റെ റീസൺ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് റീസൺ എൻ്റെ ഗ്രീഡി മൈൻഡ് സെറ്റ്, സെക്കൻഡ് റീസൺ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ചെയ്തു, ആൻഡ് തേർഡ് റീസൺ ഈസ് വിത്തൗട്ട് ഡിസിപ്ലിൻ. ഞാൻ ചുമ്മാ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്താൽ നോക്കിക്കൊണ്ടിരുന്നു. ആൻഡ് ഫോർത്ത്, വിത്തൗട്ട് സ്ട്രാറ്റജിയാണ് ഗൈസ് ഇന്നലെ ഞാൻ ട്രേഡ് ചെയ്തത്. ഇന്നലെ ചുമ്മാ ഞാൻ റെസിസ്റ്റൻസ് സപ്പോർട്ട് എടുത്ത് ചുമ്മാ, സ്ട്രാറ്റജി ഒന്നും ഇല്ല, അങ്ങനെ പോയി. സോ ഗൈസ്, ഇനി മുതൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ 10% റിസ്ക് ചെയ്തിട്ടും 10% റിസ്ക് ഓർ 5% റിസ്ക്കും ആൻഡ് 1:3 എന്നുള്ളൊരു റിസ്ക് റിവാർഡ് റേഷ്യോ വെച്ചും കൂടെയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി മുതൽ അങ്ങോട്ട്. സോ ഡെമോ അക്കൗണ്ടിൽ നമ്മൾ 10 ട്രേഡ്സ് എടുക്കുന്നുണ്ട്. അതിൻ്റെ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളതൊന്ന് പ്ലാൻ ചെയ്യണം നമ്മുടെ. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ചെയ്യാനുള്ള കാര്യത്തിൽ ഒന്നാണ് വീഡിയോ എഡിറ്റിംഗ്. ഇന്നലത്തെ വീഡിയോ എഡിറ്റിംഗ് ഇന്നലെ കംപ്ലീറ്റ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്യാൻ വെക്കണം. ദാറ്റ്സ് മൈ ഫസ്റ്റ് വർക്ക്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിക്കാൻ പോകാൻ ടൈം ആയിട്ടില്ല. നമുക്കൊരു 1:30 ആകുമ്പോൾ പോകാൻ. ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അധികം ഇല്ല, കാരണം ഇന്നത്തെ ഭയങ്കര ഷോർട്ടായിരിക്കും. കാരണം ആ ഈവനിങ് ട്രേഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ബ്ലാക്കായി, ഞാൻ കയറി കിടന്ന് ഉറങ്ങി. ഫുൾ ബാഡ് ഗൈസ്. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് റെൻഡർ ചെയ്യാൻ വെച്ചിട്ട് പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്.
ബാഡ് രാവിലത്തെ അത്രയും ബാഡ് ഇപ്പം ഇല്ല. രാവിലെ എനിക്ക് ഭയങ്കര റിഗ്രറ്റും ബാഡും അയ്യോ ഒന്നും പറയണ്ട കേസ്. ഇപ്പോൾ നമ്മൾ വീഡിയോ റെൻഡർ ചെയ്യാൻ വെച്ചിട്ട് നേരെ ഫുഡ് അടിക്കാൻ പോകണം. ബാഡൊക്കെ പോവായിരിക്കും ഫുഡും കൂടെ വെച്ച് കഴിയുമ്പോൾ. സോ ഗൈസ് ഫുഡൊക്കെ അടിച്ച് നമ്മൾ വീട്ടിലെത്തി. ഇപ്പോൾ ടൈം ഒരു 2:30 ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ ടൈം നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം. വീഡിയോ അപ്ലോഡ് ചെയ്താലേ നമുക്ക് 5 ആകുമ്പോൾ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ കയ്യിൽ വീഡിയോ അപ്ലോഡ് ആവാൻ കുറേ ടൈം എടുക്കും. ഫോൺ ഡേറ്റ യൂസ് ചെയ്താണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇവിടെ വൈഫൈ സെറ്റപ്പ് ആകാൻ കുറച്ച് ടൈം എടുക്കും, അതാണ്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മുടെ മില്യണർ മൈൻഡ് സെറ്റും കൂടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അത് രണ്ടും ചെയ്തിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗാർഡനിങ് ആൻഡ് ഫോറക്സ് ക്ലാസ് ഇത് 3 തീർത്ത് നമ്മൾ ഡേ ഓൾമോസ്റ്റ് ഫ്രീ ആണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ചെയ്യണം. എനിക്ക് എൻ്റെ ടൈം മാനേജ്മെൻറ്റ് ഒന്നും കൂടെ സെറ്റ് ആക്കണം ഗൈസ്. കുറേ ദിവസം ടൈം ട്രൈങ് ബട്ട് പറ്റുന്നില്ല. ഇന്ന് നമുക്ക് എന്തായാലും സെറ്റ് ആക്കണം. പിന്നെ എൻ്റെ വിഷൻ ബോർഡ് ഓൾസോ ഗൈസ്. എനിക്ക് തോന്നുന്നത് ഇത്രയും ദിവസവും ഈ ഡേ എത്തുന്നതിനനുസരിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ടഫായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പോലെ അല്ല ഗൈസ്. സോ അതൊന്ന് സെറ്റപ്പ് ആക്കണം. നമ്മളിനി ബാക്ക് ടു ട്രാക്കാണ്. പവർ തിരിച്ചു കൊണ്ടുവരണം. ആൻഡ് ഫൈനലി ക്ലാസ്സസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പോകണം. ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് വരാം. കമോൺ. പറ്റി ഗൈസ്, ഞാൻ വിചാരിച്ച് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട, വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ ക്ലാസ്സിനെ പറ്റി പറയാം. സോ ഗൈസ്, നമ്മൾ വിചാരിക്കുന്നു പട്ടി യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ചെടിക്ക് വെള്ളമൊഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നൗ ഇറ്റ്സ് ടൈം ഫോർ ഫോറക്സ് ആണ്. ബട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഹെയർ ഒന്ന് കട്ട് ചെയ്താലോ എന്ന് വിചാരിക്കുന്നു ഗൈസ്. ഒന്ന് ഹെയർ കട്ടിയിട്ട് വരാം. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ്, നടന്നു പോവാണ് ഗൈസ്. അവസ്ഥ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഫുള്ളാരമ്പാണ്. യെസ് ഗൈസ്, അങ്ങനെ ഹെയർ കട്ട് ചെയ്തു. ഓൾ ഫുഡ് അടിക്കാൻ പോവാ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറക്സ് ക്ലാസ് പഠിക്കാൻ പോകണം. പഠിച്ചിട്ട് വരാം. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കറക്റ്റ് ട്രേഡ് എടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്കിപ്പോൾ ഇവിടെ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോന്നുന്നല്ല ഗൈസ്. അപ്പോൾ ഇവിടുന്ന് നമുക്കൊരു ഓർഡർ ബ്ലോക്കിൽ എത്തുമെന്നാണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ SL ഇതിൻ്റെ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇവിടുന്ന് എൻട്രി എടുത്ത്, അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സായി മേളിലേക്ക് പോയി. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു എൻട്രി എടുത്ത്, അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് വെച്ചിട്ടുണ്ട്. മാർക്കറ്റിങ് റിവേഴ്സായി സംഭവിച്ച് മേളിലേക്കാണ് പോകുന്നതെങ്കിൽ
നമുക്കിതാവും. ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ 5 മിനിറ്റ്സ് ചാർട്ടിൽ. 1 മിനിറ്റ് ചാർട്ടിലും കാണിക്കുന്നത് ഒരേ കളിയാണ്. സോ എൻ്റെ ഒരു ഉദ്ദേശം വെച്ചാണെങ്കിൽ ഇവിടുന്ന് മാക്സിമം ഹൈ എടുത്ത് ഇവിടുന്ന് താഴത്തേക്ക് വരാനാണ് ചാൻസസ്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇത് ഡെമോ അക്കൗണ്ടാണ്. ഞാൻ ഒരു $30 ഇട്ടിട്ട് ഞാൻ ചുമ്മാ നമുക്ക് എത്ര കിട്ടും എന്നൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയാണ്. ഓൾസോ ഇത് 1:2. ഗൈസ്, ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ആലോചിച്ചായിരുന്നു നമ്മുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യം. ഗൈസ്, എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് എന്തായാലും ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എൻ്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങളെ ഞെട്ടിക്കും. യാ, tell them stick to the program, get kicked like Vince, your own boss has got no chance. I got both hands wrapped around the game in a choke slam. It turned me from a kid into a grown man.